over the last few minutes, literally shot out a boat, a drug-carrying boat, a lot of drugs in that boat. We have a lot of drugs pouring into our country, coming in for a long time, and these came out of Venezuela. Good evening, America. മയക്കുമരുന്ന് കാർട്ടലുകളെ ഇല്ലാതാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, അതെന്തു വില കൊടുത്തും നടപ്പാക്കുമെന്ന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനം. പോയ വാരമാണ് വെനസ്വേലയിൽ നിന്ന് മയക്കുമരുന്നുമായി എത്തിയ ബോട്ട് സ്ഫോടനത്തിൽ തകർത്തെന്ന് സാക്ഷാൽ ട്രംപ് തന്നെ പറയുന്നത്. 11 പേർ കൊല്ലപ്പെട്ടു. മയക്കുമരുന്ന് ഇല്ലാതാക്കണം, പക്ഷേ അതിന് ഏതു മാർഗം സ്വീകരിക്കണമെന്ന ചോദ്യം ചിലർ ഉയർത്തുന്നുണ്ട്. ബോട്ടിലുണ്ടായിരുന്നത് ക്രിമിനലുകളോ സിവിലിയൻസോ എന്ന ചോദ്യവും വരുന്നു. തകർക്കും മുൻപ് കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നോ എന്ന ചോദ്യവും വരുന്നു. ഇങ്ങനെയാകണമോ മയക്കുമരുന്നിനെതിരെ പോരാട്ടം? എല്ലാത്തിനും ഒരു ട്രംപൻ മോഡൽ ഉണ്ടല്ലോ. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. സേ നോ ടു ഡ്രഗ്സ് US മോഡൽ. ഇന്നത്തെ എൻ്റെ അതിഥികൾ: ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനായ വർഗീസ് തോമസ് എന്നിവരാണ്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അതിഥികളിലേക്കാണ്. ആദ്യം ശ്രീ സജിമോൻ ആന്റണിയിലേക്ക്. ശ്രീ സജിമോൻ ആന്റണി, ലോകവ്യാപകമായി ഉള്ള ഒരു പ്രശ്നമാണ് ഈ മയക്കുമരുന്ന് ഉപയോഗം, അതിൻ്റെ വിൽപ്പന, വ്യാപനം, ഇതൊക്കെ. അത് നമുക്കറിയാം. നമ്മളിവിടെ സ്കാൻ 40 എന്ന പേരിൽ, ജ്യോതിർഗമയ എന്ന പേരിൽ ഇതിൻ്റെ 2ാം ഘട്ടം വരുന്നു. കേരളത്തിൽ ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുക എന്ന രീതിയിൽ നമ്മൾ നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. പക്ഷേ അത് തികച്ചും നോൺ വയലൻ്റ് ആയിട്ടുള്ള എഫേർട്സ് ആണ്. അപ്പോൾ ട്രംപിൻ്റേതായ രീതികളുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. മയക്കുമരുന്ന് കാർട്ടലുകളെ ഇല്ലാതാക്കും, എന്ത് വിലയും കൊടുത്തില്ലാതാക്കും എന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ച നടന്ന ഈ ഒരു സംഭവം, വെനസ്വേലൻ ബോട്ട് തകർക്കുന്നു, ആ ബോട്ടിലുള്ളവർ ആരായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യം, അതുപോലെ തന്നെ പെൻറ്റഗണിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അതിൽ സിവിലിയൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു നടപടിയെ എങ്ങനെ കാണുന്നു? കൃഷ്ണൻ, ആദ്യം തന്നെ 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേരുന്നു അമേരിക്കയിൽ നിന്നും. കൃഷ്ണ പറഞ്ഞ ഈ ടോപ്പിക്ക് വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് ഒരു കാലത്ത് ഇതൊരു അഫ്ലുവൻ കമ്മ്യൂണിറ്റിയുടെ ശാപമായിരുന്നുവെങ്കിൽ ഇന്ന് ലോകമെമ്പാടും അത് ഒരു സാധാരണക്കാരുടെയും കൂടി ഒരു ശാപമായി മാറിയിരിക്കുകയാണ് ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അമേരിക്കയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ അമേരിക്കയുടെ ശാപം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞ ഡ്രഗ്സ്. ഏകദേശം 76,000-നും 110,000-നും ഇടയിലാണ് ഒരു വർഷം അമേരിക്കയിൽ ആൾക്കാർ ഡ്രഗ് അബ്യൂസ് മൂലം മരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു നമ്പറാണ്. നമ്മൾ തന്നെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഞെട്ടിപ്പോകും. കാരണം ഇത്രയും അധികം, ഏകദേശം 100,000, 100,000 ആൾക്കാർ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഓരോ വർഷവും മരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം ഈ സമൂഹത്തെ ഒരു അടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അതോടൊപ്പം ഒരു വഴി കൂടെ ആഡ് ചെയ്യാൻ ചെയ്യുന്നത് ഡ്രഗ്സ് എത്രമാത്രം മാരകമാണ്, അതുപോലെ തന്നെ ഗൺ വയലൻസും ഇവിടെയാണ് എന്നൂടെ പറയേണ്ടിയിരിക്കുന്നു, ഒന്ന് ചേർത്ത് പറയാൻ വേണ്ടിയിട്ട്. കാരണം 46,000-നും 48,000-നും അധികം ആൾക്കാരാണ് ഇവിടെ മരിക്കുന്നത്. എന്നാൽ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ടെററിസ്റ്റ് പോലെ എത്ര ആൾക്കാർ അമേരിക്കൻസ് മരണപ്പെട്ടു നോക്കുകയാണെങ്കിൽ അതിനും വളരെ ഒരു സർപ്രൈസിങ് നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡേറ്റ നോക്കുകയാണെങ്കിൽ 2001-ന് ശേഷം ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ 24 വർഷം കൊണ്ട് 44 പേരാണ് അതുപോലെ മരണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഏത് അഡ്മിനിസ്ട്രേഷൻ, റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും എല്ലാ അഡ്മിനിസ്ട്രേഷനും ഹൈ പ്രിയോറിറ്റി, ടോപ്പ് ക്ലിയറിൽ ഒരു ഏത് കാര്യമാണ് ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ പറയാൻ പറ്റും, ഒരേ സ്വരത്തിൽ പറയാൻ പറ്റും. അത് ഈ ഡ്രഗിനെതിരെയുള്ള ഒരു ഫൈറ്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തിലും അവിടെയും ഇവിടെയും എല്ലായിടത്തും ഉണ്ട്, ഒരു ക്യാമ്പയിനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മുമ്പേ പറഞ്ഞു കൊടുക്കുക തന്നെ ഒരു അഫ്ലുവൻ കമ്മ്യൂണിറ്റിയുടെ, ബോളിവുഡിന്റെ, ഹോളിവുഡിന്റെ ഒക്കെ ഒരു ഹരമായിരുന്നു, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ചില ആൾക്കാരിൽ ഇത് ഒതുങ്ങപ്പെട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഹെറോയിൻ, ഹാഷിഷ് അങ്ങനെയുള്ള വേർഡുകളൊക്കെ കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ അവൈലബിലിറ്റി സാധാരണക്കാരായ പൗരന്മാരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും അഡൽട്സിന്റെ ഇടയിലും ഒക്കെ വന്നു ചേർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഡേറ്റ പറയുന്നത് ഏകദേശം യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ, അതായത് 15-നും 24-നും ഇടയ്ക്കുള്ള വയസ്സുകളുടെ ഇത് പറയുകയാണെങ്കിൽ 5 പേരുണ്ടെങ്കിൽ അതിൽ 2 പേരെങ്കിലും ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ ഉള്ള ഡ്രഗുകൾ ഏതെങ്കിലും സമയത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൊത്തം അമേരിക്കൻ പോപ്പുലേഷൻ പറയുകയാണെങ്കിൽ ഏകദേശം 16%
അമേരിക്കൻ പോപ്പുലേഷൻ അവരുടെ ഏത് ലൈഫ് ടൈമിൽ ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലും ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ തലങ്ങൾ പറയാനുണ്ട്. കാരണം ഈ 70കളിലും 80കളിലും ഒക്കെ ഭയങ്കര റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ ലോകമാകമാനം ഞെട്ടിപ്പിക്കുന്ന ഒരു നമ്പേഴ്സും മരണവും അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരജീവി എന്ന് പറഞ്ഞ എയ്ഡ്സ് ആയിരുന്നു. അപ്പൊ അതിനെ ഒരു പരിധിവരെ അമേരിക്കയും മറ്റു രാജ്യങ്ങളിലും കണ്ടെയ്ൻ ചെയ്തു. അപ്പൊ അതിനുശേഷം 90കളിൽ ഇത് വ്യാപിക്കൂ, ഈ 2000 അതിന് കൂടുതലായി അത് അടുത്ത ലെവലിലേക്ക് പോയി. എന്നാൽ കൊറോണയിൽ ലോകം മൊത്തം ഒന്ന് അടഞ്ഞുപോയ ആ ഒരു സമയങ്ങളിൽ ഇതിന് വലിയൊരു വ്യാപനമാണ് നമ്മൾ കണ്ടത്. അത് 2001ലും 2002ലും 2021, 22, 23, 24 ആ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ അസ്ട്രോണോമിക്കൽ നമ്പേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് തീർച്ചയായിട്ടും ഏത് ഗവൺമെന്റിനും വളരെയധികം ശക്തമായ നിലപാടെടുക്കേണ്ട സമയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഒരു പോയിന്റ് ഇതാണ്, ഏത് രീതിയിലുള്ള സമീപനമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിൾ ആവാണ്. കാരണം ഏത് രാജ്യത്തും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പോൾ നിയമങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ പറയും യു പിയിലൊക്കെ പോലീസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ചില മെസ്സേജുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജഡ്ജിന്റെ മുന്നിലേക്ക് പോയി കോടതിയുടെ വിധിക്ക് വെയിറ്റ് ചെയ്യാത്ത തന്നെ പോലീസുകാർ തന്നെ അതിന് തീരുമാനമാക്കി വിടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ചിലപ്പോൾ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു പോകണക്ക് ക്രിസ്ത്യൻ മുമ്പേ പറഞ്ഞു പോകണക്ക് തന്നെ എന്തിനും ഒരു ട്രംപിസം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രംപിന്റെ ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞു പോകണക്ക് തന്നെ അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ചോയ്സ് എന്ന് പറയുന്നത് ചെക്ക് ആൻഡ് ബാലൻസ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുത്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് യോജിക്കാം. എന്നാൽ മാനുഷിക അവകാശങ്ങളും മറ്റു കാര്യങ്ങളും ഈ 11 പേരും ഈ ഡ്രഗ്സുമായിട്ട് മാഫിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ തെറ്റ് ചെയ്തവരാണോ, ആ കണ്ണിയിലുള്ളവരാണോ, ആ 11 പേരിൽ 9 പേരാണോ, 2 പേര് ഇന്നസെന്റ് ആണോ, നമുക്കറിയില്ല. അതൊക്കെ ഇനി വരും കാലങ്ങളിലുള്ള ഡേറ്റയാണ് വരാൻ പോകുന്നത്. എന്നാൽ മെസ്സേജ് കൊടുക്കുന്നത് ഇതാണ്, ഡ്രഗ്സുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്ന ആൾക്കാർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. എനിക്കൊന്ന് അമേരിക്കയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ആകമാനം ഈ ഒരു മെസ്സേജ് പോകുന്നുണ്ട് എന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ ഗവൺമെന്റുകളെല്ലാം അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനൊരു അറുതി വരുന്നില്ല, ഒരു ശമനം വരുന്നില്ല, ഒരു കുറവ് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെയൊക്കെയോ ഈ ഡ്രഗ് മാഫിയയും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ മിസ്യൂസ്, ഓവർ പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ ഒരു മിസ്യൂസ് ഉണ്ട്. ഗവൺമെന്റും ഇതിനകത്ത് ഒരു പരിധി വരെ ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതത് കാലങ്ങളിൽ ഓരോ കൊണ്ടുവരും. സമയത്ത് നമ്മൾ പറയും മദ്യം നിരോധിക്കണമെന്ന് പറയും, അതേ ഗവൺമെന്റ് തന്നെ മദ്യത്തിനെ എൻകറേജ് ചെയ്യും, കൂടുതൽ ലൈസൻസ് കൊടുക്കും. അപ്പൊ അതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കോൺട്രഡിക്ടറി പോളിസികളാണ്. അതുപോലെ തന്നെ അമേരിക്കയിലും ഉണ്ട്. അമേരിക്കയിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കഞ്ചാവ്, നാട്ടിലിപ്പോൾ കഞ്ചാവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ജയിലിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും ഇൻക്ലൂഡിംഗ് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിലും ഇവിടെ എന്താ പറയുന്നത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ യൂസുകൾ പലപ്പോഴും മൈനോറിറ്റി അല്ല ചില ഇൻഡിക്കേഷൻസ്, ചില അസുഖങ്ങൾ കൊണ്ടെങ്കിൽ അപ്പൊ അതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇത് സാർവജനികമായിട്ട് നല്ലൊരു സാധനമായിട്ട് മാർക്കറ്റ് ചെയ്യുകയും മാർക്കറ്റിൽ ഓവർ മാർക്കറ്റ് ചെയ്യുകയും അതിനെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഡ്രഗ്സിനെതിരെ പോരാടാം. കാരണം അവൈലബിലിറ്റി വളരെ സ്ട്രോങ് ആണ് ഒന്ന്. രണ്ടാമത്തേത് അഫോർഡബിലിറ്റി വളരെ സ്ട്രോങ് ആണ്, വളരെ നല്ലതാണ്. കാരണം പണ്ടൊക്കെ നമുക്ക് ഡ്രഗ്സ് വാങ്ങണമായിരുന്നുവെങ്കിൽ നമ്മൾ കേട്ടിരിക്കുന്നതാണ്, നമ്മളാരും വാങ്ങിയിട്ടില്ല, കേട്ടിരിക്കുന്നത് വലിയൊരു എമൗണ്ട് കൊടുക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ആ ഡ്രഗ്സ് സപ്ലയേഴ്സ് അതിൻ്റെയൊക്കെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിരിക്കുന്നു. ചൈനീസ് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിരിക്കുന്നു, സദേൺ അമേരിക്കൻ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിരിക്കുന്നു. അത് വളരെ ചീപ്പാണ്, അത് വളരെയധികം അവൈലബിൾ ആണ് എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഡ്രഗ്സ് ഇഷ്യൂ ഇത്രയും വ്യാപകമായി തീർന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും 80,000 ആൾക്കാർ അല്ലെ ഏകദേശം 100,000-ഓളം ആൾക്കാർ ഈ അമേരിക്കയിൽ മരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, വളരെ 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 മോശമായ ഒരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും പൗരന്മാരെ എന്നുള്ള സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും അതിനകത്തൊരു റോൾ ചെയ്യാനുണ്ട്. അല്ലാതെ മാറി നിൽക്കാതെ അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ചെയ്യട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ചെയ്യട്ടെ എന്ന് മാറി നിൽക്കാതെ എല്ലാവരും കൂടി ഒരു കോമൺ ആയിട്ടൊരു ഇഫേർട്സിന്റെ ഒരു ആവശ്യകത കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യാൻ പറ്റാവുന്നത് അവരുടെയുള്ള പോളിസികൾ വളരെ ടൈറ്റ് ചെയ്ത് അതിനകത്ത് കക്ഷി രാഷ്ട്ര ഭേദമന്യേ റിപ്പബ്ലിക് ആണോ ഡെമോക്രാറ്റ് ആണോ നോക്കാതെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോ കൊണ്ടുവരികയും
ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും വിളിച്ചത് കൊണ്ടുവരികയും തക്കതായ ശിക്ഷ എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കൊണ്ടെത്തിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ 100,000 കുറച്ച് 50,000 10,000 എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ക്രിസ്റ്റീന. അപ്പം ട്രംപിനെ സംബന്ധിച്ചോളം ഈ ഒരു പോളിസി സ്ട്രോങ് ആണ്. എന്നാൽ അത് ഇപ്പം ഇതിനു മുമ്പ് ടാരിഫ് ടാക്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ചില പോളിസികൾ പറയുന്നത് നല്ലതാണ് എങ്കിലും എങ്ങനെയാണത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് പക്ഷമുണ്ട്. അതിൽ തർക്കമില്ല. ഇത് വരും കാലങ്ങളിലായിരിക്കും മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ 11 പേരെയും ഒരു ബോട്ടിൽ ഷൂട്ടഡ് സൈറ്റ് മോഡലിൽ അത് ഇല്ലാതാക്കിയത് ശരിയാണോ എന്നുള്ളത്. എനിക്ക് അറിയാൻ കഴിയുന്നത് ഇത് ഒരു വളരെ കുറെ കാലമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷന് വളരെയധികം പ്ലാനുമായിട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും അത് ഇനിയും ഫർദർ ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കൃഷ്ണ. ശരി, ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ മേധാശക്തിയെ ചിന്താശേഷിയൊക്കെ മറച്ചു കളയുന്ന, തകിടം മറിക്കുന്ന ഒന്നാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അത് മയക്കുമരുന്ന് വ്യാപനം അതൊരു ആഗോള പ്രതിഭാസമാണ്. അമേരിക്കയിൽ അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണ്. പല ഇടങ്ങളിൽ നിന്നും വന്നെത്തുന്നവരും മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം, പ്രത്യേകിച്ച് അമേരിക്കയുടെ ചില സംസ്ഥാനങ്ങളിൽ ചില മേഖലകളിലൊക്കെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെയും ശ്രീ സജിമോഹൻ ആന്റണി പറഞ്ഞതുപോലെ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നോ? കൃത്യമായ നടപടികളിൽ കൂടെ വളരെ ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്? വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തവരിലേക്ക് തന്നെ അത് എത്തി എന്ന് പറയാനാകുമോ? ഈ പറയുന്ന മയക്കുമരുന്ന് കാർട്ടലുകളുടെ അധിനിവേശത്തിന് തടയിടാൻ ഈ ഒരു ഓപ്പറേഷൻ സഹായിക്കുമോ? Terrorism is basically you can take this kind of actions when there is a terrorist move. Trinidad and Tobago is labeled as a terrorist organization, right? We all know that. So, Trinidad and Tobagoയുടെ ബോട്ടായിരുന്നു അത്. ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഓപ്പറേറ്റീവ്സിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽ സാധനമാണെങ്കിൽ ദിസ് ഇസ് എ ടെററിസ്റ്റ് മൂവ്. അതിനെതിരെ ആക്ട് ചെയ്യാനായിട്ട് ദർ ഈസ് എ ലീഗൽ ബേസിസ് ഫോർ ട്രംപ് ടു ആക്ട് because there is US law that is allowing him to act against terrorist organizations without having going to UN and all that. അപ്പം നമ്മളിപ്പം ഇതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് ഓപ്പറേറ്റീവ്സ് അവർ കണ്ടുപിടിക്കുന്നു ഇതൊരു ടെററിസ്റ്റ് മൂവാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഇങ്ങോട്ട് സാധനം കൊണ്ടുവരുന്നു. പതിനായിരക്കണക്കിന് അമേരിക്കൻസിനെ കൊല്ലാൻ കപ്പാസിറ്റി ഉള്ള സാധനം ബോട്ടിൽ വരുന്നു എന്ന് കണ്ടുപിടിച്ചാൽ അതിന് ദേ ഹാവ് ഡെഫിനറ്റ്ലി the authority to act according to the US law. അതിന് കംപ്ലൈന്റ് ഉള്ളവർക്ക് UN പോവാം, ഇപ്പം അല്ലെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാം. വെനിസ്വേല ബോംബർ അമേരിക്കൻ ഷിപ്പിന്റെ മുകളിൽ കൂടി ഫ്ലൈറ്റ് വിട്ടതുപോലെ ഒരു ത്രെട്ടണിങ് മോഡിൽ വരാം. ഇതെല്ലാം എല്ലാവർക്കും ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ബിലീവ്സ് ദാറ്റ് ദിസ് വാസ് കംപ്ലീറ്റ്ലി എ ടെററിസ്റ്റ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഓപ്പറേഷൻ ടു ബ്രിങ് ദിസ് റോ മെറ്റീരിയൽ ഇൻ ടു ദ US. And they have the legal authority to act. That's what happened. അപ്പോൾ ഇതിനകത്തൊരു ഇത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളല്ല ട്രംപ്. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ടെററിസം. നമ്മളിപ്പം 9/11 ഫ്ലൈറ്റ് ബോംബ് ന്യൂയോർക്കിലെ സിറ്റിയിൽ ബോംബ് ഫ്ലൈറ്റ് വന്ന് നമ്മുടെ ടവേഴ്സിന് ഇടിക്കാൻ വരുമ്പം വി കനോട്ട് ഗെറ്റ് ദ കംപ്ലീറ്റ് കൺകറൻസ് വെദർ ദിസ് ഈസ് a terrorist move or an accident. So if you have an opportunity, you will destroy the plane. And that's what happened in Pennsylvania, one of the flights. It was an American plane in American city, in American sky. I believe that was taken down by the government. I believe. Why? Because they thought it was coming to Washington, D.C. So they wanted to avoid a major calamity there. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒത്തിരി ഇമോഷണൽ ആയിട്ടോ ട്രംപിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. People will act and there will be repercussions. So repercussionsന് സാധ്യതയില്ലാത്തൊരു സമയത്തിലാണ് കരീബിയൻ സീയിലും അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് അവരെടുക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ ഒരു കേസോ ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസോ എല്ലാം വന്നു കഴിഞ്ഞാൽ then they have to prove that this was a terrorist action against America and they took the action. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു മോറൽ ഗ്രൗണ്ട് എടുക്കുകയും ഇത് ഒരു ട്രംപിന്റെ ഒരു പേഴ്സണൽ സംഭവമായിട്ട് മാറ്റുകയും ചെയ്യുന്നതിന് പകരം സജിമോൻ ആന്റണി കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഇതിന്റെ ഭീകരത, ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇത് ഉയർത്തുന്ന ആ ഭീഷണി മനസ്സിലാക്കി
ഇത് ഫേം ആയിട്ടുള്ള ആക്ഷൻ, ഇന്ത്യ ടു, യു ഷുഡ് ബി ഫേം വിത്ത് ഡ്രഗ് ട്രാഫിക്കേഴ്സ്, അതർവൈസ് വി ആർ ലൂസിങ്. സോ ഇതിനകത്തെല്ലാം യു എനിലേക്ക് പോകേണ്ട ആവശ്യമുള്ള ഇഷ്യൂ അല്ല ഇതൊന്നും. ആക്ഷൻ എടുക്കുക വെൻ യു ഹാവ് ക്രെഡിബിൾ എവിഡൻസ് വിതൗട്ട് the need to verify in front of UN and all that we are going to attack. ആ ഒരു മോഡിലേക്ക് പോയി കഴിഞ്ഞാലേ ഇത്തരം ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപും ഒക്കെ എപ്പോഴും പറയുന്നത് പോലെ evil exists in this world and this is money, this is big money business, ഈ നാർക്കോട്ടിക് ബിസിനസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മെക്സിക്കോയും സൗത്ത് അമേരിക്കയിലുള്ള പല രാജ്യങ്ങളും ഈ നാർക്കോട്ടിക് ടെററിസ്റ്റിന്റെ കൂടെ നിൽക്കുന്നത്? ബിക്കോസ് ദേ ഓൾ ഗെറ്റ് ബ്രൈബ്ഡ്. ദർ ഇസ് ബിഗ് ടൈം മണി ഇൻവോൾവ്മെന്റ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ അതിനെ ട്രിവിയലൈസ് ചെയ്ത് കാണാതെ, ഒരു ട്രംപ് ഇഷ്യൂ ആയിട്ട് കാണാതെ, ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ട്രംപിന്റെ കൂടെ ഈ ഫേം ആക്ഷന്റെ കൂടെ നിൽക്കാൻ എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ രാജ്യങ്ങളും, സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളും, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, പല രാജ്യങ്ങളും ഓൾറെഡി ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞു ട്രംപ് ഡിഡ് ദ റൈറ്റ് തിങ്. അപ്പോൾ അതാണ് ലോകത്തിൽ സംഭവിക്കേണ്ടത്. ശരി ഏതാണ്, നന്മ ഏതാണ്, അതിൻ്റെ കൂടെ നിൽക്കുക. അത് ചെയ്തത് ട്രംപ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയും, അത് ചെയ്തത് വേറെ ആളാണെങ്കിൽ ഞങ്ങൾ മാറ്റി പറയും, അല്ലെങ്കിൽ ചെയ്തത് ഇനി രാജ്യമാണെങ്കിൽ ഞങ്ങൾ വേറെ പറയും. That is not the way to approach this kind of stuff. This is a threat for the entire world. Our youth is being destroyed, especially in free societies like America, like India. ഇപ്പൊ ചൈനയിലെ യൂത്തിന് ഇത്രയും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഡ്രഗ് അടിച്ച് ഭണ്ടാരോടെയും കഴിഞ്ഞാൽ യു നോ ഹൗ ദ ചൈനീസ് ഗവൺമെന്റ് വിൽ ആക്ട്. ഫ്രീ സൊസൈറ്റീസിലെ യൂത്തിനെ, അടുത്ത ജനറേഷനെ നശിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ ഫെന്റനിലൊക്കെ വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഫെയം ആയിട്ടുള്ള ആക്ഷൻ മാത്രമാണ് ഒരു സൊല്യൂഷൻ, ഒരു വഴി. That's what Trump administration has done, and I am fully supportive of what has happened. ശരി, ശ്രീ വർഗീസ് തോമസ്, ഇപ്പോൾ ആദ്യത്തെ രണ്ട് അതിഥികളും അതിൻ്റെതായിട്ടുള്ള അതൊരു ബാലൻസ്ഡ് ആക്ഷൻ ആണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മറുപടി പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ നിക്കോളാസ് മഡൂറോയും വെനസ്വേലയും അതിന് എതിർപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ രീതിയിലല്ല വേണ്ടത്, ഒരു മയക്കുമരുന്ന് വേട്ടയ്ക്കപ്പുറം അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിട്ടല്ലോ. അതെങ്ങനെയാണ് അത് കാണുന്നത്? നമ്മളിന്ന് ലോകത്തെ ഏറ്റവും ക്രൈം സിറ്റികൾ വേണ്ട, സിറ്റികളാകുമ്പോൾ വലിയ സിറ്റികളൊന്നും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഇല്ല. ക്രൈം ടൗണുകൾ എടുത്താൽ ലോകത്തെ ആദ്യത്തെ 10 ടോപ്പ് ക്രൈം ഉള്ള ടൗണുകൾ എടുത്താൽ അതിനകത്തിലെ 6 മെക്സിക്കോയിലാണ്, 3 വെനസ്വേലയിലാണ്. ഇത് മെക്സിക്കോയില് ക്ലൗഡിയ ഷെനബാൻ, അവരാണല്ലോ അവിടുത്തെ പ്രസിഡന്റായിട്ട് പോകുന്നത്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെയാണ് അവിടുത്തെ ഡ്രഗ് കാർട്ടൽസ് ഉള്ളത്. മെക്സിക്കോയിലെ മേജർ സിറ്റികളെല്ലാം അവരുടെ കൈവശമാണ്. അത് തന്നെയാണ് വെനസ്വേലയും അവസ്ഥ. മേജർ സിറ്റികളൊക്കെ അവരുടെ കൈവശമാണ്. അവരാണ് ആ ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോ ഇത് മാത്രമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തേണ്ടതുണ്ടോ? അമേരിക്കൻ ആർമി നേരിട്ട് തന്നെ മെക്സിക്കോയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഇതുമായി ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാർട്ടൽസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് സജിമോൻ ആന്റണി പറഞ്ഞു 1 വർഷത്തിലപ്പുറം 1 ലക്ഷത്തിനപ്പുറം ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നത്. 2017 മുതൽ 2020 വരെ അത് 60,000 ആൾക്കാരായിരുന്നെങ്കിൽ 2020 ശേഷം അത് 1 ലക്ഷം, ഇന്ന് 1,10,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 1,10,000 മുകളിൽ ആൾക്കാർ ഇത്തരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഇരുട്ടിന്റെ മറവില് ലൈറ്റ് ഇല്ലാത്ത ബോട്ടില് ഇവർ വരുന്നത് ഇവിടെ പ്രാർത്ഥിക്കാനൊന്നും വരികയല്ലല്ലോ, ഇവിടെ പുണ്യപ്രവൃത്തി ചെയ്യാൻ വന്നവരല്ലല്ലോ. ഇരുട്ടിന്റെ മറവിൽ വന്നവർ എന്തോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വന്നവർ തന്നെയാണ്. അതിനകത്തിൽ ആ ഗ്രൂപ്പിനകത്തിൽ ആര് നല്ലവനാണ്, ആര് മോശപ്പെട്ടവനാണെന്ന് തിരിഞ്ഞു നിർത്തിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമില്ല. വളരെ വളരെ വേണ്ട ആക്ഷൻ തന്നെയാണ് ഡ്രഗ് കാർട്ടൽസിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയിട്ട് ട്രംപ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിലൂടെ അവരെ ഇത്തരത്തിൽ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ആ 2 ആക്ഷൻസിൽ ഈ കാർട്ടൽസിനെയും ഡ്രഗ് ട്രാഫിക്കിങ്ങിനെയും ടെററിസത്തിന്റെ ആക്ടിവിറ്റീസിന്റെ ഡെഫിനിഷനുള്ളിൽ പെടുത്തിയതോടുകൂടി അവർക്കെതിരെയുള്ള ആക്ഷന് കുറെ കൂടെ സിവിയർനെസ് കൊണ്ടുവരാൻ സാധിച്ചു. അവരെ നിയന്ത്രിച്ചത് നോക്കൂ, 1,10,000 ആൾക്കാര് 1 വർഷം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
11 പേര് കൊല്ലപ്പെട്ടതാണോ അവിടുത്തെ വലിയ കാര്യം? ഒരു രാജ്യത്തിനെതിരെ, ഇന്ത്യക്കെതിരെ, അമേരിക്കയ്ക്കെതിരെ, ഫ്രീ സൊസൈറ്റിയിലെ ഡെമോക്രസി നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ ഒക്കെ യങ് ജനറേഷനെതിരെയുള്ള വാർഫെയർ ആണിത്. ആ വാർഫെയറിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ആ അഡ്മിനിസ്ട്രേഷൻ അതിനകത്ത് കൊടുത്ത പ്രതികരിച്ചതിന്റെ ഡോസ് കൂടിയോ പ്രതികരിച്ചതിന്റെ ഡോസ് കുറഞ്ഞോ എന്നതല്ല, പ്രതികരണം ശക്തമായ രീതിയിലുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു വ്യക്തമായ മെസ്സേജ് ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. ട്രക്ക് കാർട്ടൽസിനൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദർ ഇസ് എ ന്യൂ ഓഫീസർ ഇൻ ടൗൺ, ദർ ഇസ് എ ന്യൂ പോലീസ് ഓഫീസർ ഇൻ ടൗൺ, സോ ബി ലിറ്റിൽ ബിറ്റ് മോർ കെയർഫുൾ. ഇതിന്റെ കൂടെ നിങ്ങൾ സംസാരിക്കാത്ത ഒന്നുകൂടെ ഉണ്ട്. ട്രംപ് വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയം കൂടി ഇതിനകത്ത് നേടിയിട്ടുണ്ട്. ക്ലൗഡിയ ഷെബാന, നമ്മുടെ മെക്സിക്കോയുടെ പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചകൾക്കിടയിൽ 26 ട്രക്ക് കാർട്ടൽ മെമ്പേഴ്സിനെ അമേരിക്കയ്ക്ക് അവർ കൈമാറി. ആ കൈമാറിയത് അമേരിക്കൻ ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിട്ട് കയറി പിടിച്ചെടുക്കും എന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ കാർട്ടൽസ് തന്നെ അവരെ ഹാൻഡ് ഓവർ ചെയ്തതാണ്. അവരുടെ മുകളിലുള്ള ആക്ഷൻ ക്കാൻ വേണ്ടിയിട്ട്, അതിനെ കുറെ കൂടെ പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് കാർട്ടൽസ് തന്നെ അവരെ കൈമാറിയതായിരിക്കാമെന്നാണ് എന്റെ തോന്നൽ. അപ്പൊ അതെന്റെ മാത്രം തോന്നലാണ് അങ്ങനെ ആയിരിക്കാമെന്ന്. പക്ഷെ ഇതാണ് അതിനകത്തിലെ രാഷ്ട്രീയം. ഒരു ജനതയ്ക്കെതിരെ, ഫ്രീ സൊസൈറ്റിക്കെതിരെ, ഫ്രീ തോട്ട് പ്രോസസ്സിനെതിരെ ഉള്ള വാർഫെയർ ആണത്. അതിനകത്തില് ആക്ഷൻ ശക്തമായിരിക്കണം, ആക്ട് ചെയ്യുന്നവരും സ്ട്രോങ് ആയിരിക്കണം. അത് സ്ട്രോങ് മെസ്സേജ് മഡൂറോയ്ക്കെതിരെ ഇപ്പോ നമ്മുടെ പാലത്ത് വിൻസെന്റ് സേവിയർ പറയും പോലെ കപ്പലിന് മുകളിലൂടെ വിമാനം പറപ്പിച്ചു എന്ന് പറയുന്നു. ആ കപ്പലിന്റെ ഡിസ്ട്രോയറിന്റെ വലിയ ചേട്ടന്മാരും കൊച്ചു ചേട്ടന്മാരും ഒക്കെ അതിന്റെ അടിയിൽ തന്നെ കിടപ്പുണ്ട്. ഈ പറപ്പിച്ചത് ഔട്ട്ഡേറ്റഡ് F-16 ആണ്. ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നവർ പുറകിലുണ്ട്. അപ്പോ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അത് ഒരു ത്രെട്ടാണ് എന്ന് കണ്ടിരുന്നെങ്കിൽ 100 മൈലിന് അപ്പുറത്ത് വെച്ച് തന്നെ ആ ത്രെട്ടിനെ എലിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അമേരിക്കയ്ക്കുണ്ട്. അത് ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ്. ശ്രീ സജിമോൻ ആന്റണി, അപ്പോൾ മയക്കുമരുന്ന് ഇല്ലാതാക്കണമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ ഏത് മാർഗം സ്വീകരിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യനെ ഇത്രയധികം നശിപ്പിക്കുന്ന, മാനവരാശിയെ തന്നെ നശിപ്പിക്കുന്ന, നമ്മുടെ സർഗശേഷിയെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു രീതി അതില്ലാതാകണമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇതിൻ്റെ എതിരായി പറയുന്നവർ, അല്ലെങ്കിൽ ഇതിലൊരു വിമർശനം ഉന്നയിക്കുന്ന ചിലർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ശ്രീ വർഗീസ് തോമസ് പറഞ്ഞതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ നശിപ്പിക്കുന്ന ആ ഒരു കാര്യം, അതിനെതിരായ ഒരു വാർഫെയർ ആണ് എന്ന് പറയുമ്പോൾ ഇത് വെനസ്വേലയെ ഒരു യുദ്ധത്തിലേക്ക് ക്ഷണിക്കുക, ഒരു എന്താ പറയുന്നത്, ക്ഷണപത്രം നൽകുക എന്നതുകൂടെ അതിൽ വരുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കണ്ടെത്താമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എന്താണ് റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെനസ്വേലയ്ക്ക് അവരുടെ സ്റ്റാൻഡും അവരുടെ വലിപ്പവും അറിയാം അമേരിക്കയുടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. എന്നാൽ പൊളിറ്റീഷ്യന്, അത് ഇവിടുത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും അവിടുത്തെ ക്യൂബയുടെ വെനസ്വേല അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, അവർക്ക് അവരുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു പോളിസി ഒരു ഫേസ് കാണിക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു അർത്ഥത്തിലുള്ള ഒരു മൈനർ ത്രെട്ട് പോലെയൊക്കെയാണ് ഞാൻ ഇതിന് കാണുന്നത്. കാരണം വെനസ്വേല ഒരിക്കലും അമേരിക്കയ്ക്കെതിരെ വരും ഈ ഒരു സാഹചര്യത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇതെല്ലാം ഒരു സിംബോളിസമാണ്. ഈവൻ ഈ 11 പേരെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈ ഡ്രഗ് മാഫിയക്കെതിരെയുള്ള ഒരു സ്ട്രോങ് ആക്ഷൻ ആയിട്ട് കൊന്നത് പോലും ഒരു സിംബോളിസം ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു ഡ്രഗിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഇത്രയും നൂതനമായ ആയുധങ്ങളും വിദ്യകളും എല്ലാ കാര്യങ്ങളിലും ഇത്രയും മിന്നു നിൽക്കുന്ന ഒരു രാജ്യത്തിന് എന്തുകൊണ്ട് ഇതിനെ കൈയെടുക്കാൻ മീൻസ് ഇതിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെന്റിന് അതിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം എവിടെയോ ഇല്ലായ്മയുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പ്രിയോറിറ്റി ലിസ്റ്റിൽ ഇതല്ല. ചിലപ്പോൾ ഡെമോക്രാറ്റ്സിനെ അടിക്കുന്നതും 2 കോൺട്രവേഴ്സി വേറെ പിടിക്കുന്നതും, അല്ലെങ്കിൽ ലോകത്തിലുള്ള 2 പേരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നതും, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. കാരണം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന അമേരിക്കൻ പൗരൻ എന്ന നിലയ്ക്ക് ഒരു ഗവൺമെന്റ് ഒരു ഇച്ഛാദാർഢ്യത്തോട് കൂടി ഇതിനു വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ
ഈ ഒരു 11 പേരെ കൊന്ന പോലെ തന്നെ ഐ മീൻ അവർ ഈ ക്രിമിനൽസ് ടെററിസ്റ്റിനെ കൊന്ന പോലെ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ട് അല്ലെ അതിലും സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഡെഫിനറ്റേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ആക്ഷൻസ് എടുക്കാൻ പറ്റും. അത് എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോട്. ഓക്കെ. ശ്രീ വിൻസെന്റ് സേവ്യർ, നമുക്ക് സമയം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക രാജ്യങ്ങളുമായി കണക്ട് ചെയ്ത് കുറച്ചുകൂടെ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, ഈ മയക്കുമരുന്നിനെതിരായ പോരാട്ടം, ഇതൊക്കെ വളരെ അഭിനന്ദനാർഹമാണ്. അത് ഒരു സമഗ്രമായ കൂട്ടായ യത്നമാക്കി നീക്കാനുള്ള ഒരു എഫേർട്ട് കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഒരു സമഗ്രമായ ആ ഒരു കൂട്ടായ പരിപാടി എന്നുള്ള ഒരു അജണ്ടയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ലീഡർ അല്ല ട്രംപ്. ട്രംപ് വിശ്വസിക്കുന്നത് നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നന്മ ക്രിയേറ്റ് ചെയ്യാൻ, ലോകത്തിൽ നന്മ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ യുഎന്നിന്റെ പെർമിഷൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ട്രംപ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കറക്റ്റ് ആയപ്പോൾ അതിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത ആളാണ് ട്രംപ്. ഇവൻ ദോ ദേ ഓപ്പറേറ്റ് ഇൻ ദ US, America is not supporting World Health Organization. America is not a member of World Health Organization anymore. ഇപ്പൊ UN തന്നെ അമേരിക്ക ലോകത്തിൽ ചെയ്യുന്ന ആക്ഷൻസിനെതിരായിട്ട് വന്നാൽ UN-ൽ നിന്ന് വാക്കൌട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് ട്രംപ്. അപ്പൊ നമ്മളെപ്പോഴും ഈ കമ്മ്യൂൺ തിങ്കിങ്, അതായത് എപ്പോഴും എല്ലാവരും കൂടി കൂടിയ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ വളരെ ഡെലിക്കേറ്റ് ഉള്ള ഇൻട്രസ്റ്റുകളുണ്ട് ഇതിനകത്ത്. അത് പ്രൈമറി ബെനിഫിഷ്യറിയാണ് ചൈന. ചൈന എങ്ങനെ ഇതിനകത്ത് അമേരിക്കനെ സപ്പോർട്ട് ചെയ്യും? ചൈനയ്ക്കും യുഎന്നില് വീറ്റോ പവർ ഉണ്ട്. All the South American countries are benefited by this. The governments, not the people. All the governments are supported. Mexico, lot of corrupt politicians. അപ്പൊ ഇതിനൊരു ഗ്ലോബൽ ആയിട്ടുള്ള ആക്ഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. ഇത് ഡെഫിനറ്റ്ലി അമേരിക്കയ്ക്ക് കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, അമേരിക്ക പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് നന്മ ഉണ്ടാവണം എന്നാണെങ്കിൽ, വേൾഡ് ട്രാഫിക്കിംഗ് കുറയണമെന്നാണെങ്കിൽ, അമേരിക്കയിലെ യൂത്ത് ഇതുകൊണ്ട് നശിക്കുന്നത് കുറയണമെന്നാണെങ്കിൽ അമേരിക്ക തന്നെ ആക്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഈ കമ്മ്യൂൺസ് ഫോം ചെയ്തുണ്ടാക്കുന്ന ഒരു കൾച്ചർ അല്ല അമേരിക്കയുടെ കൾച്ചർ. അമേരിക്ക ബിലീവ്സ് ഇൻ ഇൻഡിവിജ്വലിസം. യെസ്, വി ആർ പാർട്ട് ഓഫ് UN, ബട്ട് അറ്റ് ദി സെയിം ടൈം UN ഈസ് നോട്ട് കൺട്രോളിംഗ് ഓക്കെ. അമേരിക്ക. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് വരും തലമുറയെ ഇല്ലാതാക്കുന്ന, ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന ഈ ഒരു വിപത്ത് ഇല്ലാതാകണം എന്നത്. ചില വിദഗ്ധർ പറയുന്നത് MDMA പോലെയുള്ള രാസലഹരി ഉപയോഗിച്ചാൽ 7 വർഷത്തിനപ്പുറം ആ വ്യക്തിക്ക് ആയുസ് ഉണ്ടാവില്ല എന്നാണ്. ആ വൈകുന്ന ഓരോ വർഷവും ആ വ്യക്തിയുടെ ചിന്താശേഷി തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെന്നല്ല, ലോകത്തെവിടെയും ഈ ഒരു വിപത്ത് ഇല്ലാതാകട്ടെ. നമ്മളുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ലോകത്തെവിടെയും അത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക്, അത്തരത്തിൽ ഉള്ള എതിർപ്പുകൾക്ക് നമ്മളും സപ്പോർട്ട് ചെയ്യും, മയക്കുമരുന്നിനെതിരായ പോരാട്ടങ്ങൾക്ക് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.